സോ എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ എന്താണ്, മദർ ഓഫ് മെഷീൻ ടൂൾസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. പറയുന്ന രീതിയിൽ ലെയ്ത്ത് എന്ന് പറഞ്ഞ ആദ്യകാലങ്ങളിൽ തന്നെ ഇൻവെന്റ് ചെയ്യപ്പെട്ട ഒരു മെഷീനാണ് എന്ത്, ഈ പറയുന്ന ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ. സോ മദർ ഓഫ് മെഷീൻ ടൂൾസ്. അപ്പൊ ആദ്യം തന്നെ ഓർക്കേണ്ടത് മദർ ഓഫ് വിച്ച് മെഷീൻ ഈസ് നോൺ ആസ് മദർ ഓഫ് മെഷീൻ ടൂൾ. അപ്പൊ മദർ ഓഫ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത് ഏത് മെഷീൻ ടൂൾ ആണ് എന്നുള്ളത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയാം, ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീനാണ് മദർ ഓഫ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഇത് ആര് കണ്ടുപിടിച്ചു, ആരെങ്കിലും കണ്ടുപിടിക്കണമല്ലോ അല്ലെ, ആരെങ്കിലും ഇൻവെന്റ് ചെയ്യണ്ടേ. അപ്പൊ ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഹെൻറി മൗഡ്സ്ലെ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മെൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഹെൻറി മൗഡ്സ്ലെ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മെൻ ആണ് എന്ത് ബേസിക്കലി നമ്മളുടെ ലെയ്ത്ത് മെഷീൻ ഡെവലപ്പ് ചെയ്തത് ഇൻ 1797. ഇയർ എന്ന് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളുടെ ഹെൻറി മൗഡ്സ്ലെ എന്ന് പറയുന്ന ഒരു പേര് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഹെൻറി മൗഡ്സ്ലെയുടെ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഹെൻറി മൗഡ്സ്ലെയുടെ ഫസ്റ്റ് സ്ക്രൂ കട്ടിംഗ് ലെയ്ത്ത് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വളരെ ചെറിയ ഒരു ബെഞ്ച് ടൈപ്പ് ആണെന്ന് തോന്നുന്നു അല്ലെ കണ്ടിട്ട്. അപ്പൊ വളരെ ചെറിയൊരു മെഷീനാണ് അന്ന് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പൊ മൗഡ്സ്ലെയുടെ ഒരു സ്ക്രൂ കട്ടിംഗ് ലെയ്ത്തിന്റെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹെൻറി മൗഡ്സ്ലെ ആണ് ഈ ലെയ്ത്ത് മെഷീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മദർ ഓഫ് മെഷീൻ ടൂൾസ് എന്നറിയപ്പെടുന്നത് ആരാണ്, ലെയ്ത്ത് മെഷീൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ മെഷീൻ ടൂൾസുകളൊക്കെ നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, മെഷീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മെഷീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഈ പറയുന്ന മെഷീൻ ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. പലതരത്തിലുള്ള മെഷീൻ ടൂൾസുകൾ നമുക്കറിയാം. ഷേപ്പർ എന്ന് പറയുന്ന മെഷീൻ ടൂൾ അറിയാം, മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്ന മെഷീൻ ടൂൾസ് നമുക്കറിയാം. അങ്ങനെ പലതരത്തിലുള്ള മെഷീൻ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷീനിങ് ബേസിക്കലി ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, മെഷീനിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ മെഷീനിങ് എന്ന് പറഞ്ഞാൽ, അപ്പൊ മെഷീനിങ് എന്ന് പറഞ്ഞാൽ മെറ്റൽ റിമൂവൽ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെഷീനിങ് ഇസ് നത്തിങ് ബട്ട് മെറ്റൽ റിമൂവൽ ആണ്. സോ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ലെയ്ത്ത് വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം എന്താണ് ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ലെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, റിമൂവ് മെറ്റൽ ഫ്രം എ പീസ് ഓഫ് വർക്ക് ടു ഗീവ് ഇറ്റ് റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. അപ്പോൾ അതായത് ഈ പറഞ്ഞ മെഷീനിങ് പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ മെറ്റൽ റിമൂവൽ ആണ് നടക്കുന്നത്. അപ്പം ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂളിനകത്ത് നമ്മൾ എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത്, മെഷീനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മൾ എന്താ മെറ്റൽ റിമൂവൽ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അപ്പം അതിന്റെ അതായത് നമ്മളുടെ ലെയ്ത്ത് മെഷീന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ റിമൂവ് മെറ്റൽ ഫ്രം ദ പീസ്. അതായത് വർക്ക് പീസ് നമുക്ക് ഉണ്ടാവുമല്ലോ, നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, വർക്ക് പീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ സാധാരണ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ മെത്തഡോളജി അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ടേണിംഗ് എന്ന് പറയുന്നത് അല്ലെ. ടേണിംഗ് എന്നാണ് നമ്മൾ അതിന് പറയാം, ടേണിംഗ് പ്രോസസ് എന്നാണ്, ടേണിംഗ് ഓപ്പറേഷൻ എന്നാണ് നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് അവിടെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, അവിടെ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ടൂൾ നമ്മൾ വെക്കുന്നുണ്ടാവും അല്ലെ. വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു അനിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഇതാണ് നമ്മുടെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള വർക്ക് പീസ്. നമ്മൾ എന്ത് വർക്ക് പീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു വർക്ക് പീസ് നമ്മൾ എവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, കറസ്പോണ്ടിങ് ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും. ഇവിടെ ഇതിനെ നമ്മൾ പറയുന്നത് ചക്ക് എന്നാണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ചക്ക്. അപ്പം ഇത്തരത്തിലൊരു ചക്കിൽ വർക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ ചക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടെ ആരും റൊട്ടേറ്റ് ചെയ്യും, നമ്മളുടെ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ആ ഒരു വർക്ക് പീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ടൂൾ അല്ലെ, ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻ കോണ്ടാക്റ്റിലേക്ക് വരുന്നുണ്ടാവും. അവിടെ നിന്നും മെറ്റൽസ് ചിപ്പ് രൂപേണ അല്ലെ, ചിപ്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മെറ്റൽ റിമൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഇങ്ങനെ റിബൺ ലൈക്ക് ഷേപ്പിലൊക്കെ അല്ലെ, ഇങ്ങനെ റിബൺ ലൈക്ക് ഷേപ്പിലേക്ക് എന്താണ് മെറ്റൽ റിമൂവ് ആയി പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു മെറ്റൽ റിമൂവ് ചെയ്ത് പോകുന്ന ആ ഒരു മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ചിപ്പ് എന്ന് പറയുന്നത്. അപ്പം മെറ്റൽ റിമൂവ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ് ആയിരിക്കും എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു മെഷീനിങ് പ്രോസസ് ആണ് നമ്മൾ എവിടെ നടത്തുന്നത്, ഈ പറയുന്ന ലെയ്ത്തിൽ നടത്തുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചീज ചോദിക്കാം, മെഷീനിങ് മാത്രമാണോ നടത്തുന്നത്? അല്ല, മെഷീനിങ് മാത്രമല്ല, നമുക്ക് ഫോമിങ്ങും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫോമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും നമ്മൾ സാധാരണ നമുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെയ്ത്ത് മെഷീൻ നമുക്ക് അല്ലെങ്കിൽ ടേണിംഗ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെയ്ത്ത് മെഷീൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം സ്പിന്നിങ് എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പോൾ സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, അപ്പൊ അവിടെ നമുക്ക് ഫോമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നേളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ബേസിക്കലി അതൊരു ഫോമിംഗ് പ്രോസസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഫോമിംഗ് പ്രോസസ്സും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
The main function of a lathe is to remove metal from the piece of work to give it the required shape and size. അപ്പം റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പും സൈസും എത്തിക്കാൻ വേണ്ടിയിട്ട് മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്നുണ്ടാവും അല്ലെ, മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അല്ലെ, ഹെൽപ്പ് ഓഫ് എ കട്ടിംഗ് ടൂൾ. അപ്പൊ അതാണ് ബേസിക്കലി എന്ത് നമ്മളുടെ ഒരു ലേത്തിൽ നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So this is accomplished by holding the work securely and rigidly on the machine and then turning it against the cutting tool, which will remove metal from the work in the form of chips. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസിനെതിരെ അല്ലെങ്കിൽ അതിലേക്ക് കോൺടാക്ട് കൊണ്ടുവരുന്നു. എങ്ങനെ? ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ കോൺടാക്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്ത് നടക്കുന്നു? അവിടെ കട്ടിംഗ് പ്രോസസ് നടക്കുന്നു, അല്ലെങ്കിൽ ടേണിംഗ് പ്രോസസ് നടക്കുന്നു, അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ് നടക്കുന്നു. അപ്പൊ റിമൂവ്, അതായത് അവിടെ നിന്നും ആ മെറ്റീരിയലിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വർക്ക് പീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ, അത് ഏത് രൂപേണയായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാവുക? അത് ചിപ്പ് രൂപേണയായിരിക്കും അല്ലെ, ചിപ്സ് ആയിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ചിപ്സ് ഏതാണ്, ടൈപ്സ് ഓഫ് ചിപ്സ് ഏതാണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ടൂൾ അല്ലെങ്കിൽ മെഷീൻ ടൂൾ അതിന്റെ പാർട്സ് അതെന്തൊക്കെയാണെന്നുള്ളതാണ് നിലവിൽ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസിൽ നിന്നും എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികമായിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ട് റിക്വയർഡ് ഷേപ്പിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ഇത് ബേസിക്കലി മെഷീനിങ് എന്ന് പറയുന്നത് അല്ലെ. ദ ഫംഗ്ഷൻ ഓഫ് ലേത്ത് ഈസ് ടു റിമൂവ് എക്സസ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ് ബൈ റൊട്ടേറ്റിംഗ് വർക്ക് പീസ് എഗൻസ്റ്റ് എ കട്ടിംഗ് ടൂൾ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വീണ്ടും പറയേണ്ട കാര്യമില്ല, എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് The primary task of lathe is to generate cylindrical workpiece. ഇത്തരത്തിൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ഒരു അനിമേഷൻ കാണുന്നത് അത് തന്നെയാണ്. അതായത് എന്താണ് പ്രൈമറി ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള ഒരു വർക്ക് പീസ് ഉണ്ടാവും. അതിൽ നിന്ന് എന്താണ് ഇത്തരത്തില് മെറ്റൽസ് റിമൂവ് ചെയ്തുകൊണ്ട് എന്താണ് റിക്വയർഡ് അല്ലെങ്കിൽ ഡയമീറ്ററിലേക്കുള്ള ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസ് എത്തിക്കുക എന്നുള്ളതാണ് ഇത് പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടേണിംഗ് മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റുക? അല്ല, പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. മെഷീനിങ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഫോമിംഗ് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള മെറ്റീരിയൽ റിമൂവൽ അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പ്ലെയിൻ ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ട്. പ്ലെയിൻ ടേണിംഗ് ഈ പറയുന്ന ചിത്രത്തിൽ ഈ ഒരു അനിമേഷനിൽ കാണുന്നത് എന്ത് തന്നെയാണ്? ഒരു പ്ലെയിൻ ടേണിംഗ് പ്രോസസ് ആണ് അല്ലെ, ഒരു പ്ലെയിൻ. അപ്പം ടേണിംഗ് പ്രോസസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു ലെവൽ, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഫേസിംഗ് എന്ന് പറയുന്ന പ്രോസസ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ, ഫേസിംഗ് എന്ന് പറയുന്ന ഒരു ലേത്ത് ഓപ്പറേഷൻ നമ്മൾ പഠിക്കും. ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്ന ഒരു ലേത്ത് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ത്രെഡ് കട്ടിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ചാംഫറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. നേർലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ടാപ്പിംഗ് അല്ലെ, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഈ പറയുന്ന ഒരു ഫോമിംഗ് പ്രോസസ്സിലേക്കാണ്. ഒരു എക്സാമ്പിൾ ആണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. ബോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബോറിംഗ് എന്ന് പറയുന്ന പ്രോസസ് യൂസ് ചെയ്യാൻ പറ്റും. റീമിംഗ് എന്ന് പറയുന്ന ഫിനിഷ്ഡ് സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ഡ്രില്ലിംഗ്, ഓഫ് കോഴ്സ് നമുക്ക് ഡ്രില്ലിംഗ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? ലേത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തില് നിരവധി ഓപ്പറേഷൻസ് നമുക്ക് ഈ ലേത്ത് എന്ന് പറയുന്ന ഒരു സിംഗിൾ മെഷീൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞത് ലെയ്ത്ത് എന്ന് പറയുന്നത് ആര് കണ്ടുപിടിച്ചു? ഹെൻറി മോഡ്സ്ലെ കണ്ടുപിടിച്ചു. അപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? മദർ ഓഫ് മെഷീൻ ടൂൾസ് എന്ന് അറിയപ്പെടുന്നു അല്ലെ. അപ്പൊ മെഷീൻ അല്ലെങ്കിൽ മെഷീൻ ടൂൾസിനകത്ത് അല്ലെങ്കിൽ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീനകത്ത് നമ്മൾ എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത്? മെഷീനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. മെഷീനിങ് ഈസ് നത്തിങ് ബട്ട് മെറ്റൽ അല്ലെ, റിമൂവൽ ഓഫ് മെറ്റൽസ് അല്ലെ, മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ട് റിക്വയർഡ് ഷേപ്പിലേക്കും സൈസിലേക്കും എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ബേസിക്കലി എന്ത്? മെഷീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസ്. അപ്പം ഓർത്തിരിക്കാം, സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസുകൾ എവിടെ ഹോൾഡ് ചെയ്യുന്നു? അവിടെ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും. അതിനെ നമുക്ക് പറയാം ചക്ക് എന്ന് പറയുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും. ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മളുടെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിന്റെ എതിരെ അല്ലെങ്കിൽ അതിലേക്ക് കോൺടാക്ട് കൊണ്ടുവരുന്നു ആര്? അത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ കോൺടാക്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റൽ റിമൂവൽ ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ചിപ്സ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. പ്ലെയിൻ ടേണിംഗ് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഫേസിംഗ്, ടേപ്പർ ടേണിംഗ്, ത്രെഡ് കട്ടിംഗ് അല്ലെ, ത്രെഡുകൾ കട്ട് ചെയ്യാൻ പറ്റും. ചാംഫറിംഗ് പറ്റും. നേർലിംഗ് പറ്റും. ടാപ്പിംഗ് അല്ലെ, ഇന്റേണൽ ത്രെഡുകൾ കട്ട് ചെയ്യാൻ വേണ്ടി ടാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ആ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്പിന്നിങ്.
ഓക്കെ, ബോറിംഗ്, എൻലാർജ്മെന്റ് ഓഫ് എ ഓൾറെഡി ഡ്രിൽഡ് ഹോൾ, അല്ലെ, ഒരു ഡ്രിൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹോളിനെ നമുക്ക് എന്ത് ചെയ്യാം, എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോറിംഗ് പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബോറിംഗ് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും, റീമിങ് ചെയ്യാൻ പറ്റും, ഡ്രില്ലിംഗ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള നിരവധി ഓപ്പറേഷൻസ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും, ആ ഒരു ലെയ്ത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ മെഷീനിങ് എന്താന്ന് പറഞ്ഞു. നമുക്ക് നോക്കേണ്ടത് ഇനി ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് ബേസിക്കലി. അപ്പം ടേണിംഗ്, അപ്പൊ പറഞ്ഞു നമ്മൾ ഈ പറയുന്ന ലെയ്ത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണ്, ബേസിക്കലി ടേണിംഗ് പ്രോസസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. അതെന്താണ്, ടേൺ ചെയ്യുന്നുണ്ടാവും, അല്ലെ, അതെന്താണ്, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ദ പ്രോസസ് ഓഫ് മെഷീനിങ്, ടേണിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു പ്രോസസ് ഓഫ് മെഷീനിങ് തന്നെയാണ്. ദ പ്രോസസ് ഓഫ് മെഷീനിങ് എ വർക്ക് പീസ് ടു ദ റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ് by moving the cutting tool parallel to the axis of rotation, of the workpiece is known as turning. ഓക്കെ, അപ്പം ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ്, ചക്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതാണല്ലോ നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത്. എന്തിന്റെ ആക്സിസ്, നമ്മുടെ വർക്ക് പീസിന്റെ ആക്സിസ്. ഓക്കെ, ആ വർക്ക് പീസിന്റെ ആക്സിസിനെ എബൌട്ടായിട്ട് എന്ത് ചെയ്യും, ആ ഒരു വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ആ വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ദെൻ നമ്മൾ എന്താണ്, നമ്മളുടെ ടൂൾ, അല്ലെ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റേഷനറി ആയിട്ടുള്ള ടൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫീഡ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത് ഈ പറയുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫീഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു കട്ടിംഗ് എഡ്ജ് നമ്മളുടെ കോൺടാക്റ്റിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മെറ്റൽ റിമൂവ് ചെയ്യുന്നുണ്ടാവും. സോ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ടേണിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടേണിംഗ് ഓപ്പറേഷൻ നമ്മൾ എവിടെ ചെയ്യുന്നത്, ലെയ്ത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ദ പ്രോസസ് ഓഫ് മെഷീനിങ് എ വർക്ക് പീസ്, അല്ലെ, മെഷീനിങ് ആണ് ചെയ്യുന്നത്, മെറ്റൽ റിമൂവൽ ആണ് ചെയ്യുന്നത്. എന്തിൽ നിന്നും, വർക്ക് പീസിൽ നിന്നും. എന്തിനു വേണ്ടിയിട്ട്, ടു ദ റിക്വയർഡ് ഷേപ്പ്, അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ റിക്വയർഡ് ഷേപ്പ് സൈസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കട്ടിങ് ചെയ്യുന്നുണ്ട്, അല്ലെ. ഈ പറഞ്ഞ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾ വെച്ചിട്ട്, സ്റ്റേഷനറി ആയിട്ടുള്ള കട്ടിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിന് പാരലായിട്ട് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് കൊടുത്തുകൊണ്ട്, അല്ലെ, ഡെപ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, റിക്വയർഡ് ഡയമീറ്ററിലേക്ക്, അല്ലെ, ആദ്യം ഉണ്ടായിരുന്ന ഡയമീറ്റർ ഇവിടെ D1 ആണ്, അല്ലെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു മെഷീനിങ് പ്രോസസ് അല്ലെങ്കിൽ ടേണിംഗ് പ്രോസസ് നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, D2 എന്ന് പറയുന്ന മറ്റൊരു അല്ലെങ്കിൽ ചെറിയ ഡയമീറ്ററിലേക്ക് നമ്മൾ എത്തിച്ചു. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മെറ്റൽ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന സൈസിലേക്ക് നമ്മൾ എത്തിച്ചു, അല്ലെ, മെറ്റലിനെ നമ്മളെ ആ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസിനെ നമ്മൾ എത്തിച്ചു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്താണെന്നുള്ളത് ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നിലവിൽ. അപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ മെഷീൻ ടൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനകത്ത് എന്തൊക്കെ പ്രോസസ് ആണ്, എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ ഉണ്ടാവുക, എന്താണ് മെഷീനിങ്, എന്താണ് ടേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ ലെയ്ത്തിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ വർക്ക് പീസ് റൊട്ടേറ്റിംഗ് ആണ്, ടൂള് സ്റ്റേഷനറി ആണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലെ. ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂളിനകത്ത് എന്താണ് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളത്, അത് വർക്ക് പീസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്ത് സ്റ്റേഷനറി ആണ്, ടൂളാണ് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അവിടെ നിന്നും നമ്മൾ ഫീഡ് കൊടുത്തുകൊണ്ട് റിക്വയർഡ് ഷേപ്പിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ലെയ്ത്ത് ആണ്. അപ്പൊ പലതരത്തിലുള്ള ലെയ്ത്ത് അവൈലബിൾ ആണ്. ഓക്കെ, പലതരത്തിലുള്ള ലെയ്ത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മിക്ക എക്സാമുകൾക്കും ഒരു ചോദ്യം ഞാൻ ഈ പറയുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്, അല്ലെ, ഈ പറയുന്ന ലെയ്ത്തിന്റെ ടൈപ്സ് ഓഫ് ലെയ്ത്തുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്കൊരു 7 ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമതായിട്ട് പറയുന്നത് സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ, സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പൊ സ്പീഡ് ലെയ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ ഈ പറയുന്ന ആ ഒരു പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ, ഹൈ സ്പീഡിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഹൈ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ സ്പീഡ് ലെയ്ത്തിനകത്ത് വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആണ് വുഡ് വർക്കിംഗ് ലെയ്ത്തുകൾ, അതുപോലെ തന്നെ സെന്ററിംഗ് ലെയ്ത്തുകൾ, പോളിഷിംഗ് ലെയ്ത്ത്, അതുപോലെ തന്നെ മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത്. അപ്പം തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ രീതിയിൽ ചോദിക്കാം, തന്നിരിക്കുന്ന ലെയ്ത്ത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് വിൽ കംസ് അണ്ടർ വിച്ച് കാറ്റഗറി ഓഫ് ലെയ്ത്ത്. അപ്പൊ സ്പീഡ് ലെയ്ത്ത്, എഞ്ചിൻ ലെയ്ത്ത്, ബെഞ്ച് ലെയ്ത്ത്, ടൂൾ റൂം ലെയ്ത്ത് എന്നുള്ള ഒരു ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ലെയ്ത്തിനകത്ത് വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്കത് വിട്ട് കളയരുത്. അപ്പോൾ മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത്, പോളിഷിംഗ് ലെയ്ത്ത്, സെന്ററിംഗ് ലെയ്ത്ത്, വുഡ് വർക്കിംഗ് ലെയ്ത്ത്, ഈ പറയുന്ന 4 ലെയ്ത്തുകളും കംസ് അണ്ടർ സ്പീഡ് ലെയ്ത്ത് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത് വരുന്ന ഒരു കാറ്റഗറിയാണ് എന്ത്, എൻജിൻ ലെയ്ത്ത് എന്ന് പറയുന്നത്. എൻജിൻ ലെയ്ത്ത്. അപ്പൊ എൻജിൻ ലെയ്ത്ത് എന്ന് പറയുമ്പോൾ പേരിനകത്ത് ഈ പറയുന്ന എൻജിൻ വരുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും
അത് പണ്ട് കാലങ്ങളിൽ അത് സ്റ്റീം എഞ്ചിൻ ഒക്കെ വെച്ചിട്ടാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഇട്ട പേരാണ് ഈ എഞ്ചിൻ ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിലവിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ലെയ്ത്ത് എന്ത് തന്നെയാണ് എഞ്ചിൻ ലെയ്ത്തിന്റെ കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ലാബുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിലും ലാബുകളിലും ഒക്കെ ഇരിക്കുന്ന ലെയ്ത്ത് എന്താണ് ഈ പറഞ്ഞ എഞ്ചിൻ ലെയ്ത്തിന്റെ കാറ്റഗറിക്കകത്ത് വരുന്നുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിനകത്ത് വരുന്നതാണ് ഇത് ബെൽറ്റ് ഡ്രിവൺ ലെയ്ത്ത് അല്ലെ, ബെൽറ്റ് ഡ്രൈവ് ലെയ്ത്ത് ഉണ്ടാവും. ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത് ബി കാറ്റഗറി പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ മോട്ടോർ ഡ്രിവൺ ലെയ്ത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഗിയർ ഹെഡ് ലെയ്ത്തുകൾ ഉണ്ടാവും. അപ്പം ബെൽറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ബെൽറ്റ് ഡ്രിവൺ ലെയ്ത്ത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മോട്ടോർ ഡ്രൈവ് അല്ലെങ്കിൽ ഗിയർ ഹെഡ് ലെയ്ത്തുകളൊക്കെ എന്താണ് എഞ്ചിൻ ലെയ്ത്തിന്റെ കാറ്റഗറിക്കകത്ത് വരുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു കാറ്റഗറിയാണ് ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത്, ബെഞ്ച് ലെയ്ത്ത്. മറ്റൊരു കാറ്റഗറിയാണ് ടൂൾ റൂം ലെയ്ത്തുകൾ. ദെൻ അഞ്ചാമത്തെ ഒരു കാറ്റഗറിയാണ് സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് അല്ലെ, സെമി ഓട്ടോമാറ്റിക് ലെയ്ത്തുകൾ. അതിനകത്ത് വരുന്നതാണ് ക്യാപ്സ്റ്റണും ടറക്റ്റും. ക്യാപ്സ്റ്റൺ ആൻഡ് ടറക്റ്റ് ലെയ്ത്ത് എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് ആണ് അല്ലെ. ക്യാപ്സ്റ്റണും ടറക്റ്റും എന്ന് പറയുന്നത് എന്ത് ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, 6 സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്തുകൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്തുകൾ ഉണ്ട്. അത് തന്നെ വീൽ ലെയ്ത്ത്, ഗ്യാപ്പ് ലെയ്ത്ത്, ഗ്യാപ്പ് ബെഡ് ലെയ്ത്ത്, ടീ ലെയ്ത്ത്, ഡ്യൂപ്ലിക്കേറ്റിംഗ് ലെയ്ത്ത് എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. ലാസ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്. ഓട്ടോമാറ്റിക് ലെയ്ത്ത് അതായത് CNC ലെയ്ത്തുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലെയ്ത്തുകൾ, CNC ലെയ്ത്തുകളൊക്കെ ഓട്ടോമാറ്റിക് ലെയ്ത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്ന ലെയ്ത്തിന്റെ ആ ഒരു കാറ്റഗറി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഈ ഒരു ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. സാധാരണ നിങ്ങൾ ഈ പറയുന്ന വുഡ് വർക്ക് ചെയ്യുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന എന്താണ് മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ വുഡ് വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്പീഡ് ലെയ്ത്ത് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബെഡ്, എന്താണ് ഒരു ബെഡ് ഉണ്ടാവും, ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും, ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവും, ആൻഡ് ടൂൾ പോസ്റ്റ് മൗണ്ടഡ് ഓൺ ദ അഡ്ജസ്റ്റബിൾ സ്ലൈഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത് ബേസിക്കലി ഈ സ്പീഡ് ലെയ്ത്തിന് ഉണ്ടാവുക. ഓക്കെ, സ്പീഡ് ലെയ്ത്ത്. അപ്പം സ്പീഡ് ലെയ്ത്തിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ RPM എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഒരു 1200 മുതൽ 3600 വരെ അല്ലെ, 1200 മുതൽ 3600 RPM വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിന്റെ സ്പീഡ് ഉണ്ടാവും. ഓക്കെ, ഹൈ സ്പീഡ് ആണെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം ഇവിടെ ഈ പറയുന്ന രീതിയിൽ ദർ ഈസ് നോ ഫീഡ് ബോക്സ്. അപ്പൊ ഇവിടെ ഫീഡ് ബോക്സോ അങ്ങനെയുള്ള എന്താണ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന മറ്റൊരു പാർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺവെൻഷനിലെ ഇപ്പൊ ക്യാരേജ്, സാധാരണ ഇവിടെ എന്തുണ്ടാവും, ഒരു ക്യാരേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അതിപ്പം നിലവിലൊന്നും നമുക്കിപ്പോ അറിയത്തില്ല, എന്താണെന്നുള്ള അറിയത്തില്ല, നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ ക്യാരേജ് എന്ന് പറയുന്ന ഒരു ഐറ്റം അവിടെ ഇല്ല, അല്ലെങ്കിൽ ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന ഒരു ഐറ്റം അവിടെ ഇല്ല. അതുപോലെ തന്നെ ഫീഡ് ബോക്സ് ഒന്നും നമുക്ക് ഇവിടെ കൂടി നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, ഈ പറയുന്ന രീതിയിൽ ഒരു ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ. ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് പറയാം, ഹെഡ് സ്റ്റോക്ക് എന്ന് നമ്മൾ വിളിക്കാം. ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും. ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് വിളിക്കാം, ടെയിൽ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലെ. ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ടൂൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഈ പറയുന്ന രീതിയിൽ ഒരു ബെഡിനകത്ത് അല്ലെ, ഇതൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യണമല്ലോ, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണമല്ലോ. സോ അത് വേണ്ടിയിട്ട് എന്താണ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തൽക്കാലം. ഓക്കെ, അപ്പൊ അവിടെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കി എന്താണ് അതിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആണ് എന്ത് സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്നത്. സോ ദ ടൂൾ ഈസ് മൗണ്ടഡ് ഓൺ ദ അഡ്ജസ്റ്റബിൾ സ്ലൈഡ്. ഈ പറയുന്ന രീതിയിൽ അഡ്ജസ്റ്റബിൾ സ്ലൈഡിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ടൂള് മൗണ്ട് ചെയ്യുന്നുണ്ടാവുക. യൂസ്ഡ് ഫോർ വുഡ് വർക്കിംഗ് അല്ലെ, വുഡ് വർക്കിംഗ്, സ്പിന്നിങ്, സെന്ററിങ്, പോളിഷിംഗ്. അപ്പൊ ഇത്തരത്തില് വുഡ് വർക്കിംഗ്, സ്പിന്നിങ്, സെന്ററിങ്, പോളിഷിംഗ് വർക്കുകൾക്കാണ് സാധാരണ നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്, സ്പീഡ് ലെയ്ത്തുകൾ യൂസ് ചെയ്യാറ് എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ സ്പീഡ് ലെയ്ത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ പ്രത്യേകത തന്നെ എന്താണ്, സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുമ്പോൾ സ്പീഡ് കൂടുതലാണ്. സോ വെരി ഹൈ സ്പീഡ് അല്ലെ, എന്താണ് പറയുന്ന രീതിയിൽ വളരെ ഹൈ സ്പീഡ് ആണ് എന്തിന്, ഈ പറയുന്ന സ്പിൻഡിലിന്. ഈ സ്പിൻഡിൽ എവിടെ ആയിരിക്കും ഉണ്ടാവുക, നമ്മുടെ ഹെഡ് സ്റ്റോക്കിൽ. അപ്പൊ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിലിന് വളരെയധികം കൂടുതലായിരിക്കും എന്ത്, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 1200 മുതൽ 3600 RPM വരെയാണ് അതിന്റെ ഒരു സ്പീഡ് റേഞ്ച് സാധാരണ കാണാറ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഓവറാൾ ഐഡിയ, സ്പീഡ് ലെയ്ത്തിന്റെ ഓവറാൾ ഐഡിയ. അപ്പൊ എന്താണ് ഈ പറയുന്ന പർട്ടിക്കുലർ സെന്റർ ലെയ്ത്ത് എന്താണ്, അല്ലെങ്കിൽ വുഡ് വർക്കിംഗ് ലെയ്ത്ത് എന്താണെന്നുള്ളത് നോക്കാം. സാധാരണ നമുക്ക് ഈ പറയുന്ന രീതിയിൽ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് സെന്റർ ഹോൾസുകൾ എന്നാണ് ഈ പറയുന്ന സെന്ററിംഗ് ലെയ്ത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാവുക. സോ സെന്ററിംഗ് ലെയ്ത്ത് ആർ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് സെന്റർ ഹോൾസുകൾ. ഈ പറയുന്ന രീതിയിൽ ഡ്രില്ലിംഗ് സെന്റർ ഹോൾസുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത്, ഈ പറയുന്ന സെന്ററിംഗ് ലെയ്ത്തുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സെന്ററിംഗ് ലെയ്ത്തുകൾ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. രണ്ട്, ഈ പറയുന്ന വുഡ് വർക്കിംഗ് ലെയ്ത്ത് ഉണ്ടല്ലോ, വുഡ് വർക്കിംഗ്. അപ്പൊ വുഡ് വർക്കിംഗ് ലെയ്ത്ത് പേര് പറയുന്നത് ഇവിടെ എന്താണ്, ഈ പറയുന്ന രീതിയിൽ വുഡ് വർക്കിംഗ് അല്ലെങ്കിൽ വർക്കിംഗ് വിത്ത് വുഡൻ ബ്ലാങ്കുകൾ അല്ലെ. ഈ പറയുന്ന രീതിയിൽ
തടിപ്പണിക്കൊക്കെ സാധാരണ ഈ പറയുന്ന കട്ടിലിന്റെ കാല് കടഞ്ഞെടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അത്തരത്തില് ഉള്ള വർക്കുകളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന വുഡ് വർക്കിംഗ് ലെയ്ത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെയ്ത്താണ് മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ബാക്കി സ്പിൻഡിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് സാധാരണ നമ്മൾ ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറയുന്ന നമ്മളുടെ മിസൈലിന്റെ ഒക്കെ ഡോം ഷേപ്പുകൾ ഉണ്ടല്ലോ, മിസൈലിന്റെ ഒക്കെ ഡോം ഷേപ്പുകൾ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ്, പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, പാത്രങ്ങൾ, ആ അത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ ചരിവം അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ലെയ്ത്ത് വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജി ആണെങ്കിൽ പ്രോസസ്സാണ് സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പിന്നിങ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഈ പറയുന്ന എറണാകുളത്ത് ഈ പറയുന്ന കിറ്റക്സിന്റെ ഒക്കെ അന്ന അലൂമിനിയത്തിന്റെ ഒക്കെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവർ ഓരോ മിനിറ്റിലും ഇത് ഓരോ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എന്താണ് നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെയൊക്കെ ഈ പറയുന്ന രീതിയിൽ സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന യൂട്ടൻസിൽസ് മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസിലൊക്കെ. ഓക്കെ, അപ്പൊ മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ടംബ്ലർ അല്ലെങ്കിൽ വെസൽസ് ഒക്കെ ഷീറ്റ് മെറ്റലിന്റെ അകത്ത് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത്തരത്തില് നമ്മളുടെ സ്പിന്നിങ് പ്രോസസ്സ്, മെറ്റൽ സ്പിന്നിങ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ മെറ്റൽ റിമൂവൽ നടക്കുന്നില്ല, ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഈ ഒരു ഫോമർ ഉണ്ടാവും. അതായത് ഏത് ഷേപ്പിലേക്കാണോ നമുക്ക് വേണ്ടുന്നത് അതിനെയാണ് നമ്മൾ ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫോം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഉണ്ടാവും ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു ഷീറ്റ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫോർ എക്സാമ്പിൾ ഷീറ്റ് മെറ്റൽ ഉണ്ടാവുമല്ലോ, ആ ഷീറ്റ് മെറ്റൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു സ്പിന്നിങ് ടൂൾ ആണ് അല്ലെ, ഒരു സ്പിന്നിങ് ടൂൾ കൊടുത്തുകൊണ്ട് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് നമ്മൾ ഈ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള, ഇത് റൊട്ടേറ്റിംഗ് ആണ് കേട്ടോ, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോമറിലേക്ക് നമ്മൾ എക്സ്റ്റേണലി പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ചേർക്കുക ചെയ്യുക. അപ്പൊ അങ്ങനെ ആ ഒരു റിക്വയർഡ് ഷേപ്പിലേക്ക് എത്തുന്നുണ്ടാവും. അതാണ് നമ്മുടെ ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ടാവുക. ആ ഷേപ്പിലേക്ക് നമ്മൾ ആ ഒരു ഷീറ്റ് മെറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്തെടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെയ്ത്ത് മെഷീൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത്. അപ്പം പർട്ടിക്കുലർലി ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനെ നമുക്ക് എന്ത് പറയാം, മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു സ്പീഡ് ലെയ്ത്ത് ആണ്, ദാറ്റ് ഈസ് പോളിഷിംഗ് ലെയ്ത്ത് എന്ന് പറയുന്നത്. മറ്റൊരു ലെയ്ത്ത് ആണ് പോളിഷിംഗ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ പോളിഷിംഗ് ലെയ്ത്ത്, മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത്, വുഡ് വർക്കിംഗ് ലെയ്ത്ത്, സെന്ററിംഗ് ലെയ്ത്ത് ആർ എക്സാമ്പിൾസ്, അല്ലെ ആർ കംസ് അണ്ടർ സ്പീഡ് ലെയ്ത്ത്. ഓക്കെ, സ്പീഡ് ലെയ്ത്തിന്റെ കാറ്റഗറിക്കകത്ത് വരുന്നതാണ് സെന്റർ ലെയ്ത്ത്, വുഡ് വർക്കിംഗ് ലെയ്ത്ത്, മെറ്റൽ സ്പിന്നിംഗ് ലെയ്ത്ത്, അതുപോലെ തന്നെ പോളിഷിംഗ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പോളിഷിംഗ് ലെയ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ പോളിഷിംഗ് പ്രോസസ്സിന് അല്ലെ, വെസൽസ് ഒക്കെ പോളിഷ് ചെയ്യുക, അങ്ങനെയുള്ള പോളിഷിംഗ് വർക്കുകൾക്കൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലെയ്ത്ത് ആണ് പോളിഷിംഗ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 3600 RPM ഒക്കെ ആ ഒരു റേഞ്ച് നല്ലൊരു സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ.